സുഹൃത്തുക്കളെ, പ്രമോ പെരുന്തോണയാണ്. ഞാനിതപ്പോൾ മലമ്പുഴ, തെക്കേ മലമ്പുഴയിലാണ്. തെക്കേ മലമ്പുഴ അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ ഇറിഗേഷൻ വകുപ്പ് പൂട്ടി വെച്ചിട്ടുള്ളത്. ഒരു ചാലൊക്കെ കീറി വണ്ടികളൊന്നും വിടാത്ത രീതിയിൽ. നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം സ്ഥലങ്ങൾ ഒരു ഫീസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാറുണ്ട്. 2 CCTVയും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ വേസ്റ്റ് ഇടാതെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം ഒരു ജോലിക്കാരനെയും വെച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഒരു 50 രൂപ ഫീസ് ഏർപ്പെടുത്തിയാൽ ഈ സ്ഥലങ്ങൾ ജനങ്ങൾ കാണട്ടെ. ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ പ്രകൃതി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? അല്ലാതെ ഒരു ഇറിഗേഷൻ വകുപ്പോട് പറയണതിനനുസരിച്ചിട്ട് കണ്ണ് പൂട്ടിയേക്കാനൊന്നും കഴിയില്ലല്ലോ. ആളുകൾ കാണേണ്ടവർ കാണും. പക്ഷെ വാഹനങ്ങളൊക്കെ ഇറങ്ങിപ്പോണതിന് 50 രൂപ ഫീസ് ഏർപ്പെടുത്തുക. എന്നിട്ട് വേനൽക്കാലത്ത്, മഴക്കാലത്ത് എന്തായാലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേനൽക്കാലത്തൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആക്കി ആളുകൾക്ക് ഇരിക്കാനും ഒക്കെ അവിടെ ചെറിയൊരു ഷെഡ് കെട്ടി ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാക്കാം. അവരുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും. അങ്ങനെയൊക്കെ ചെയ്താൽ ഇറിഗേഷൻ വകുപ്പിനൊരു ഇതാവും, അവിടുത്തെ ആളുകൾക്കൊരു ജോലിയാവും. ഇതൊക്കെ തടഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യനാകെ 10-65 കൊല്ലാണ് ജീവിക്കാനുള്ളത്. അപ്പോൾ ഇറിഗേഷൻ വകുപ്പ് ഇവിടുത്തെ ജനങ്ങളോടും ചെയ്തത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അക്കരയ്ക്ക് പോകണ്ടേ? ഒരു വീട്ടിൻ്റെ അതിൽ കൂടെയാണ് ഇപ്പോൾ പോണത്. അവിടെയൊക്കെ വലിയ അതേപോലത്തെ പാറ, ആ പാറയുടെ മുകളിൽ കൂടെ ചാടിയിട്ട് വേണം ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ അതിന് ഉള്ള സംവിധാനം ഇറിഗേഷൻ വകുപ്പ് കാണണ്ടേ? എന്നിട്ട് എന്ത് ചെയ്തു? ഒരു വഴി ഉണ്ടായിരുന്നത് പോലും അവരാണ് അടച്ചു, ടൂറിസ്റ്റുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇനി എന്ത് ചെയ്യും? കപ്പൽ കയറി പോവേ. അതിന് ഇറിഗേഷൻ വകുപ്പ് ഒരു മറുപടി തരണ്ടേ? അപ്പോൾ ഇറിഗേഷൻ വകുപ്പ് നല്ല നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക. അത് ചെയ്യുമ്പോൾ ജനങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ജനങ്ങളും അതിനെതിരാവും. ഇപ്പോൾ ഇന്നലെ മിഞ്ഞായിട്ട് അവിടെ ചാല് കയറി വണ്ടികൾ പോവാതെയാക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ ഇപ്പോഴും കയ്യൂക്കുള്ളവൻ കയറി പോകുന്നുണ്ട്. ഇറിഗേഷൻ ഒരു ചുക്കും ചെയ്യാനും കഴിയില്ല. ഏറി വന്നൊരു 500 റുപ്യ ഫൈൻ അടക്കാം. അപ്പോൾ 500 റുപ്യക്കാട്ടും നല്ലത് ഒരു 50 രൂപ ഫീസ് ഏർപ്പെടുത്തി ആളുകളെ കയറ്റി വിടുന്നതല്ലേ? ഇറിഗേഷൻ വകുപ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. ടൂറിസം വകുപ്പും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. എന്താ ഭംഗി, എന്തൊരു പ്രകൃതിയാണ് ഇവിടെ. ഇത് നമ്മളെ തെക്കേ മലമ്പുഴ സോജൻ്റെ ചായക്കടയുടെ അടുത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വള്ളുവനാടൻ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.